ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്ത് മാസം 1600 രൂപ വീതം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചവരെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തവരും ഇക്കൊല്ലത്തെ മസ്റ്ററിംഗ് ചെയ്യണം. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തു കൊടുക്കുന്നത്. ആധാർ കാർഡുമായി പെൻഷൻ ലഭിക്കുന്ന വ്യക്തി നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി 30 രൂപ ഫീസ് നൽകിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. ശാരീരിക അവശതകൾ കാരണം നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുവാൻ കഴിയാത്തവർക്ക് അക്ഷയ പ്രതിനിധി വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്തു നൽകും. അതിന് 50 രൂപ നൽകണം. അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഉപകരണത്തിൽ വിരലുകൾ അമർത്തി ആധാറിന് വേണ്ടി നേരത്തെ ശേഖരിച്ച ഡാറ്റയുമായി വെരിഫൈ ചെയ്ത് പെൻഷൻ വാങ്ങുന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ്. ഇന്ന് ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസമാണ് പെൻഷൻ മസ്റ്ററിംഗിനായി അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഓഗസ്റ്റ് 24 മുമ്പായി തന്നെ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങും. പിന്നീട് അവർ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അത് മുതലുള്ള മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക. അക്ഷയ കേന്ദ്രത്തിലെ മസ്റ്ററിംഗ് കഴിഞ്ഞാൽ അവിടെ നിന്നും സർട്ടിഫിക്കറ്റോ രേഖയോ ഒന്നും പഞ്ചായത്തിലും മറ്റും നൽകേണ്ട ആവശ്യമില്ല. അക്ഷയ കേന്ദ്രത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ തന്നെ അക്കാര്യങ്ങൾ ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. കൈരേഖകൾ മാഞ്ഞതുകൊണ്ടോ മറ്റോ അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് ഗസറ്റഡ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണോ അവിടുത്തെ ഓഫീസിൽ നൽകിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. അടുത്തത് നിലവിൽ കുടിശ്ശിക ആയിരിക്കുന്ന 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു തുക, അതായത് 1600 രൂപ ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുവാനുള്ള ഉത്തരവ് ധനമന്ത്രി കഴിഞ്ഞ ആഴ്ച തന്നെ നൽകിയിരുന്നു. ജനുവരി മാസത്തെ 1600 രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇതിനായി റിസർവ് ബാങ്കിൽ നിന്നും 1500 കോടി രൂപ സർക്കാർ ഇന്ന് കടമെടുക്കുകയാണ്. ഈ ഫണ്ട് സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ജൂൺ 30 മുമ്പായി തന്നെ ബാങ്ക് അക്കൗണ്ട് നൽകിയവർക്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്കും ഈ ജൂൺ 30 മുമ്പായി തന്നെ 1600 രൂപ പെൻഷൻ തുകയായി എത്തിച്ചേരുന്നതാണ്.